ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൾ കൺസെപ്റ്റ് അഥവാ മോൾ സങ്കല്പനം, ഇതുമായിട്ട് ബേസ് ചെയ്ത കുറേ തിയറി പാർട്ടാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ CBSE കുട്ടികൾ 9ലും സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ചില ഭാഗങ്ങൾ +1 കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് മോൾ സങ്കല്പനം അല്ലെങ്കിൽ മോൾ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട തിയറി പാർട്ടുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മളെ +1ലും +2ലും ഒക്കെ സഹായിക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കേസാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മോൾ കൺസെപ്റ്റുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവളെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കേസാണ് അവഗാർഡോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അവഗാർഡോ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അവഗാർഡോ നമ്പർ എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോളിൻ്റെ ഡിസ്കഷൻ പോകുന്നത്. അവഗാർഡോ നമ്പർ നമ്മൾ വഴിയെ മനസ്സിലാക്കാം. അതിനു മുമ്പിട്ടൊരു കാര്യം, നമ്മൾ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ പലതരത്തിൽ മാസ്, ലെങ്ത്, ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 7 ക്വാണ്ടിറ്റീസിൻ്റെ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ട് സാധാരണ നമ്മൾ മോളിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പം മോൾ ഈസ് ദ യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കാം, അതിൽ ഒരു മോൾ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഒരു മോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് മുമ്പിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അവഗാർഡോ നമ്പറിനെ കുറിച്ച് ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, മോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിനെ സൂചിപ്പിക്കാനായിട്ട് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ മോളിനെ സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത്. ശരി, മനസ്സിലാക്കാം. ഇവിടെ അവഗാർഡോ നമ്പർ എന്ന് പറഞ്ഞ നമ്പർ, അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അവഗാർഡോ നമ്പർ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 6.022 × 10⁻23 ഇതാണ് അവഗാർഡോ നമ്പർ എന്നറിയപ്പെടുന്നത്. ഈ അവഗാർഡോ നമ്പറിനെ നമുക്ക് ഷോർട്ടായിട്ട് NA എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. NA ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് അവഗാർഡോ നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മനസ്സിലാക്കണം, ഈ നമ്പറിന്റെ ഷോർട്ട് ഹാൻഡ് റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ അവഗാർഡോ കോൺസ്റ്റന്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്താണ് 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് 1 മോളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിന്റെ 1 മോൾ എന്ന് പറഞ്ഞാൽ it is the amount of substance corresponding to the number 6.022 × 10⁻23. അതായത് 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ അവഗാർഡോ നമ്പർ ആണ്, അവഗാർഡോ കോൺസ്റ്റന്റ് ആണ്, അവഗാർഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അവഗാർഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആറ്റം ആകാം, മോളിക്കൂൾ ആകാം, അയോൺ ആകാം. അപ്പോൾ ആറ്റങ്ങൾ, മോളിക്കൂളുകൾ, അയോണുകൾ, ഇവരുടെ ജനറൽ ടേം ആയിട്ടാണ് നമ്മൾ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവഗാർഡോ നമ്പർ. അപ്പം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് which contains 6.022 × 10⁻23 number of particles എന്ന് പറയാം. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് അടങ്ങുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ മോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് 1 മോൾ. സോ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് which contains 6.022 × 10⁻23 particles of that substance. ആ ഒരു സബ്സ്റ്റൻസിന്റെ 6.022 × 10⁻23 പാർട്ടിക്കിൾസിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് കറസ്പോണ്ടിങ് ടു അവഗാർഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നും പറയാം. പാർട്ടിക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറ്റങ്ങളെ പറയാം, മോളിക്കൂളുകളെ പറയാം, അങ്ങനെ അയോണുകളെ പറയാം. ഇവരെ നമ്മൾ ജനറൽ ആയിട്ടാണ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട കേസാണ്, മനസ്സിലാക്കുക. അപ്പം നമുക്ക് മോളുമായിട്ട് ബന്ധപ്പെട്ട മോൾ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ യൂണിറ്റ് ആയിട്ട് മോളിനെ ഉപയോഗിക്കുമ്പോൾ MOL എന്നാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസിനെ, ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് മോൾസിലേക്ക് പോകാൻ പറ്റുമെന്ന്. ഇവിടെ നമുക്ക് ആറ്റങ്ങളുടെ കേസ്, ഒരു എലമെന്റ് ഞാൻ എടുക്കുന്നു. ഇപ്പൊ ഞാൻ നൈട്രജൻ, സപ്പോസ് ഐ ആം ടേക്കിംഗ് ദ എലമെന്റ് നൈട്രജൻ. ഞാൻ നൈട്രജൻ എന്ന് പറഞ്ഞ എലമെന്റിനെ എടുക്കുന്നു. ഇതിലെ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 14 ഗ്രാം ആണ്. നൈട്രജന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്, അറ്റോമിക് മാസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ 14 ഗ്രാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആറ്റത്തിന്റെ മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നു. ഗ്രാമിലാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പറയുന്നത്.
അപ്പൊ നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ഗ്രാം ആണ്. അപ്പൊ മനസ്സിലാക്കണം, നമ്മളൊരു വെസലിൽ 14 ഗ്രാം നൈട്രജനെ എടുത്താൽ അതിന്റെ മീനിങ് ഇതിൽ 6.022 into 10⁻23 നൈട്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. സോ 14 gram of nitrogen is equal to അവഗാഡ്രോ നമ്പർ ഓഫ് നൈട്രോജൻ ആറ്റംസ്. ഇത്ര എണ്ണം, ഇതൊരു എണ്ണമാണ്, ഇത്ര എണ്ണം നൈട്രോജൻ ആറ്റംസ് ഇതിനകത്ത് ഉണ്ടെന്നാണ് അർത്ഥം. സിമിലർലി നമുക്ക് മറ്റൊരു കാര്യം എടുക്കാം. 16 gram ആണ് ഓക്സിജന്റെ GAM, ഗ്രാം അറ്റോമിക് മാസ്. അപ്പം ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് എന്നുള്ളത് 16 gram ആണ്. അപ്പൊ നമ്മൾ 16 gram ഓക്സിജനെ എടുത്താൽ എക്സാക്ട്ലി 6.022 into 10⁻23 ഓക്സിജൻ ആറ്റംസ് അതിലുണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ മനസ്സിലാക്കാം, ഏതൊരാറ്റത്തിന്റെയും ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായ സബ്സ്റ്റൻസ് നമ്മൾ വെയ് ചെയ്തെടുത്താൽ, അളന്നെടുത്തു കഴിഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അത് ചിലപ്പോൾ ആറ്റം ആയിരിക്കാം, ചിലപ്പോൾ മോളിക്യൂൾ ആയിരിക്കാം, ചിലപ്പോൾ അയോൺ ആയിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള എണ്ണമാണ്. ആ എണ്ണം അവിടെ ഫിക്സഡ് ആണ്. ഈ എണ്ണത്തെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്, അതിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 14 gram നൈട്രജൻ അല്ലെങ്കിൽ 16 gram ഓക്സിജൻ എന്നൊക്കെ പറയുന്നത്, ഇത് കറക്റ്റ് പറഞ്ഞാൽ 1 മോൾ എന്ന് എനിക്ക് പറയാം, 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പം ഈ 1 മോൾ, അപ്പൊ നൈട്രജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ അല്ലെങ്കിൽ നൈട്രജൻ ആറ്റത്തിന്റെ 1 മോൾ കിട്ടണമെങ്കിൽ അത് 14 gram എടുക്കണം. അത് ഒരു ഓക്സിജന്റെ കേസിൽ അത് 16 gram എടുക്കണം. ക്ലോറിൻ ആണെങ്കിൽ 35.5 gram എടുക്കണം. അപ്പം ഒരാറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 മോളാണ്. അത് ഈക്വൽ ടു 6.022 into 10⁻23 ആറ്റങ്ങൾക്ക് ഈക്വൽ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കേസാണ് മോളിക്യൂൾസിന്റെ കേസ്. അപ്പൊ മോളിക്യൂൾസിന്റെ കേസിൽ മോളിക്കുലർ മാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഇവിടെ പറയുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വാട്ടർ എടുക്കുന്നു. സപ്പോസ് ഐ ആം ടേക്കിംഗ് 1 molecule ഓഫ് വാട്ടർ. നിങ്ങൾക്കറിയാം, ഹൈഡ്രജന് 2, ഓക്സിജന്റെ 18 gram ആണ് വാട്ടറിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്, ഒരു മോളിക്യൂളിന്റെ ഭാരം. അതിനെ നമ്മൾ ഗ്രാമിൽ പറഞ്ഞതുകൊണ്ട് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നു, GMM എന്ന് പറയുന്നു, ഗ്രാം മോളിക്കുലർ മാസ്. സിമിലർലി ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ മോളിക്യൂളിന്റെ മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുന്നതിനാണ് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, if you are taking 18 gram of water molecules, 18 gram വാട്ടർ മോളിക്യൂൾ നമ്മൾ എടുത്താൽ അതിൽ എക്സാക്ട്ലി കൃത്യമായി 6.022 into 10⁻23 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ കൃത്യമായി വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതായത് 6.022 into 10⁻23 വാട്ടർ മോളിക്യൂൾസ്. അപ്പം ആറ്റം ആണെങ്കിൽ ആറ്റംസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾസ്. അപ്പം മനസ്സിലാക്കണം. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഞാൻ അമോണിയ ഗ്യാസ് എടുക്കുന്നു. അമോണിയ ഗ്യാസ് ഇതൊരു മോളിക്യൂൾ ആണ്, ഇതൊരു സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് നൈട്രജന്റെ 14ഉം 3 ഹൈഡ്രജനും 17 gram ആണ്. അപ്പൊ മനസ്സിലാക്കാം, 17 gram ആണ് അമോണിയ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലർ മാസ്. ഈ 17 gram അമോണിയയിൽ അത് 1 മോളാണ്, 1 മോൾ അമോണിയ ഗ്യാസ് ആണിത്. ഇത് 1 മോൾ വാട്ടർ ആണ്. 18 gram വാട്ടർ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അപ്പൊ ആറ്റമാണെങ്കിലും മോളിക്യൂൾ ആണെങ്കിലും നമുക്ക് മോളിൽ വ്യത്യാസം വരുന്നില്ല. അവിടെ അമോണിയ, ഇതിനകത്തുള്ള മോളിക്യൂളുകളുടെ എണ്ണം നമുക്ക് പറയാം 6.022 into 10⁻23 അമോണിയ മോളിക്യൂൾസ് ഇതിനകത്തുണ്ടായിരിക്കും. അമോണിയ മോളിക്യൂൾസ്, ഇതാണ് 1 മോളിന്റെ മീനിങ്. അപ്പൊ ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നു, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലർ മാസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഇഫ് യു ആർ ടേക്കിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 44 gram ആണ്. 44 gram കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് 1 മോളാണ്, 1 മോളാണ്. അതിൽ 6.022 into 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇതാണ് കണക്ക്. അപ്പം ഒരു മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലർ മാസിനോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസിനോ തുല്യമായിട്ടുള്ള സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അയോൺ ആണെങ്കിൽ അങ്ങനെ, ആറ്റംസും മോളിക്യൂൾസും എല്ലാം ഇങ്ങനെ തന്നെ 6.022 into 10⁻23 പാർട്ടിക്കിൾസ് 1 മോളിൽ അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ 1 മോളിൽ 6.022 into 10⁻23 പാർട്ടിക്കിളുകളുടെ ഭാരം അല്ലെങ്കിൽ മാസ്, എമൗണ്ട്, അതിനെയാണ് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്ന മോളിക്യൂളിന്റെ കേസിൽ അതിനെ തന്നെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാമിനേഷൻ.
ഈ ഒരു ആശയം മനസ്സിലാക്കുക, അവഗാർഡോ കോൺസ്റ്റന്റിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുക. ഇനി നമ്മൾ മറ്റൊരു ആശയത്തിലേക്ക് പോകുന്നു, വളരെ പ്രധാനപ്പെട്ടത് ഹൗ ടു കമ്പ്യൂട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ് നമ്മൾ ഇനി സംസാരിക്കാൻ വരുന്നത്. അപ്പൊ അതിലേക്ക് നോക്കാം. അപ്പം ഇതിൽ നമ്മൾ ഇനി നമ്പർ ഓഫ് മോൾസിലെ ഒരു സബ്സ്റ്റൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് ആണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കേസ് 1 ആയിട്ട് ഞാൻ അങ്ങ് എടുക്കുന്നു. കേസ് 1, അതിൽ ആദ്യത്തെ കേസ് ഇഫ് മാസ് ഈസ് ഗിവൺ. നമുക്ക് മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളുടെ കേസ് എടുക്കുന്നു. അപ്പൊ നമുക്ക് മാസ് ആണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമുക്ക് ആറ്റങ്ങളുടെ കേസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ്, ഈ നമ്പർ ഓഫ് മോൾസ് ഇതിനെ നമുക്ക് n എന്നെടുക്കാം. ആ n കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്, ഇതാണ് ഇക്വേഷൻ. അപ്പൊ ആറ്റങ്ങളുടെ കേസിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് n ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM, ഗ്രാം അറ്റോമിക് മാസ് എന്നതാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുന്നു. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ 8 ഗ്രാം ഓക്സിജനിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇരിക്കട്ടെ. അപ്പൊ നമ്പർ ഓഫ് മോൾ കാണണമെങ്കിൽ ഓക്സിജന്റെ ഗിവൺ വെയിറ്റ് 8 ഗ്രാം ആണ്. ഓക്സിജന്റെ അറ്റോമിക ഭാരം എന്ന് പറയുന്നത് 16 ആണ്, നമുക്കറിയാം. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് 1/2 മോൾ എന്ന് കിട്ടും, അര മോൾ എന്ന ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ആറ്റമാണെങ്കിൽ തന്നിരിക്കുന്ന മാസിനെ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഇനി ഇതിൽ രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇഫ് എ മോളിക്യൂൾ ഈസ് ഗിവൺ, ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾ ആണ് തരുന്നതെങ്കിൽ, ഫോർ മോളിക്യൂളിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾ കണ്ടെത്തുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. അപ്പൊ തന്നിരിക്കുന്ന മാസിനെ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് കണ്ടെത്താം. ഞാനൊരു ഉദാഹരണത്തിന് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് തരുന്നു. and you have to find out the number of moles present in 88 gram carbon dioxide. 88 gram carbon dioxide ന്റെ നമ്പർ ഓഫ് മോളുകൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്പർ ഓഫ് മോൾ n ഈക്വൽ ടു ഗിവൺ വെയിറ്റ് എത്രയാ, തന്നിരിക്കുന്ന ഭാരം 88 ഗ്രാം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. മോളിക്കുലർ മാസിനെ നമുക്ക് മോളാർ മാസ്, ഒരു മോളിന്റെ മാസ് എന്ന അർത്ഥം മോളാർ മാസ് എന്നും പറയാം. അപ്പൊ 88/44 2 മോൾ എന്ന് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്തൊരു തുല്യമാ, 2 അവഗാർഡോ നമ്പർ, അതിന് അത്രയും മോളിക്യൂളുകളാണ് അതിനകത്തുള്ളത്, 2 മോളാണത്. അപ്പൊ അത്രയും മനസ്സിലാക്കണം. അപ്പൊ ഒരു ആറ്റം ആണെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കാം, ഗിവൺ മാസിനെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഒരു മോളിക്യൂൾ ആണെങ്കിൽ തന്നിരിക്കുന്ന മാസിനെ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതിനാണ് GMM എന്ന് പറയുന്നത്, അറ്റോമിക് മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതിനാണ് GAM എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫോർമുല ഉപയോഗിച്ചത്. അതാണ് കേസ് 1 എന്ന് പറയുന്നത്. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് വരാം, രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക്, കേസ് 2ലേക്ക് വരാം. അപ്പൊ നമുക്ക് കേസ് 2ലേക്ക് വരാം. കേസ് 2ലേക്ക് വന്നാൽ ഗ്രാം മോളിക്കുലർ മാസ്, ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ നമുക്ക് ഈ കേസ് 2ലേക്ക് വന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഡേറ്റ തരുന്നു, പാർട്ടിക്കിളിന്റെ എണ്ണം തരിക എന്നിരിക്കട്ടെ. ഇഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ, നമ്പർ ഓഫ് പാർട്ടിക്കിളുകളാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ ഓഫ് പാർട്ടിക്കിൾ നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതി വെച്ചാൽ n ഈക്വൽ ടു ഗിവൺ നമ്പർ, നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ അവഗാർഡോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അവഗാർഡോ നമ്പർ നമുക്കറിയാം 6.022 × 10⁻23. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതാ ഒന്ന് നോക്കാം, ശ്രദ്ധിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ 10,000 വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ 10,000 വാട്ടർ മോളിക്യൂളുകൾ എന്ന് പറയുന്നു.
അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഗിവൺ നമ്പർ എത്ര? 10,000 എന്ന് പറഞ്ഞാൽ 10⁴. അങ്ങനെ വേണമെങ്കിലും എഴുതാമല്ലോ. 10⁴ എന്ന് എഴുതാം, അല്ലെ 10,000 ഡിവൈഡ് ബൈ അവകാരണ നമ്പർ എത്ര? 6.022 ഇൻറ്റു 10⁻23. ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടുന്നു? n കണ്ടുപിടിക്കാം. അപ്പൊ നമ്പർ ആണ് തന്നിരിക്കുന്നെങ്കിൽ, പാർട്ടിക്കിളിന്റെ എണ്ണമാണ് തന്നിരിക്കുന്നെങ്കിൽ ഗിവൺ നമ്പറിനെ അവകാരണ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എണ്ണം ആറ്റത്തിന്റെ ആകാം, മോളിക്യൂളിന്റെ ആകാം. ഈ ഒരു രീതിയിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ തന്നിരുന്നാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ പറഞ്ഞ കേസ് 2 എന്ന് പറയുന്നതാണ്. ഇഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ ദെൻ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഡിവൈഡഡ് ബൈ അവകാരണ നമ്പർ. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, ഈസിയാണ്. വളരെ എളുപ്പത്തിൽ ഈ ആശയം മനസ്സിലാക്കാം. ആദ്യം പറഞ്ഞത് മാസ് ആണ് തരുന്നതെങ്കിൽ ആറ്റത്തിന്റെ കേസിലും മോളിക്യൂളിന്റെ കേസിലും നമ്മൾ നമ്പർ ഓഫ് മോൾസിനെ കണ്ടുപിടിച്ചു. ഇപ്പം നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് തരുന്നതെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് കേസ് 3ലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ കേസ് 3ലേക്ക് വരുമ്പോൾ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. അതിനു മുമ്പിട്ട് 1-2 കാര്യങ്ങൾ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 273 കെൽവിൻ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ 2 കണ്ടീഷനെയുമാണ് STP അഥവാ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇൻ STP അല്ലെങ്കിൽ അറ്റ് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 mole of any gas has 22.4 ലിറ്റർ വോളിയം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആ വോളിയത്തെ നമ്മൾ മോളാർ വോളിയം എന്ന് വിളിക്കുന്നു. മോളാർ വോളിയം മനസ്സിലാക്കണം. STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ ഏത് ഗ്യാസ് നമ്മൾ എടുത്താലും അത് യഥാർത്ഥത്തിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ആ വോളിയത്തെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. 1 മോൾ ഗ്യാസിന്റെ വോളിയം. ഉദാഹരണം എടുക്കാം. ഉദാഹരണത്തിന് CH4 എടുക്കുന്നു, മീഥേൻ എടുക്കുന്നു. മീഥേൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16 ഗ്രാം ആണ്. കാർബണിന്റെ 12ഉം ഹൈഡ്രജന്റെ 4ഉം കൂടെ 16 ഗ്രാം മീഥേൻ എന്ന് പറഞ്ഞാൽ 1 മോൾ മീഥേനാണ്. 1 മോൾ മീഥേൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുക്കുന്നെങ്കിൽ അതിന്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. ഇതാണ് അതിന്റെ കണക്ക്. വേറൊരു ഉദാഹരണം, ഞാനിപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം ആണ്. ഇതാണ് 1 മോൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് 1 മോൾ. ഇതാണ് 1 മോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതായത് ഇത് STP. അത് മനസ്സിലാക്കണം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് അതിന്റെ മോളിക്കുലർ വെയിറ്റ് 44 ഗ്രാം. അതാണ് 1 മോള്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് STPയിൽ പറഞ്ഞാൽ അതിന്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഏത് ഗ്യാസും, അമോണിയ, ക്ലോറിൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, എല്ലാവരുടെയും നമുക്ക് ഇതുപോലെ തന്നെ പറയാൻ പറ്റും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആശയത്തെ മുൻനിർത്തിയാണ് നമ്മൾ കേസ് 3ലേക്ക് പോകുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചിലപ്പോൾ നമുക്ക് വോളിയം ആയിരിക്കും തരുന്നത്, ഗ്യാസിന്റെ വോളിയം ആയിരിക്കും നമുക്ക് തരുന്നത്. എന്നിട്ട് നമ്മളോട് പറയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. വോളിയം തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. തന്നിരിക്കുന്ന വോളിയത്തിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. അപ്പം തന്നിരിക്കുന്ന വോളിയത്തെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇഫ് വോളിയം ഈസ് ഗിവൺ, നമുക്ക് വോളിയം ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇങ്ങനെയാണ് പറയുന്നത്. ഈ ഗിവൺ വോളിയം മില്ലി ലിറ്ററിലാണെങ്കിൽ ഇത് മില്ലി ലിറ്ററിൽ ചെയ്യുക. അപ്പം ഏകദേശം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് മില്ലി ലിറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. 22,400 മില്ലി ലിറ്റർ. അത് തന്നെയാണ് 22.4 ലിറ്റർ. അപ്പൊ ഗിവൺ വോളിയത്തെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കുക, ഒരു വോളിയം തരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അമോണിയ ഗ്യാസ്, ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ 10 ലിറ്റർ അമോണിയ ഗ്യാസ് തരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന 10, തന്നിരിക്കുന്ന വോളിയം 10 ലിറ്റർ. നമുക്കറിയാം 10/22.4 ലിറ്റർ. ഈ കണക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ 10 ലിറ്റർ വോളിയത്തിലുള്ള അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പം വളരെ പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. നമ്പർ ഓഫ് മോൾസിനെ കണ്ടുപിടിക്കുന്നത്, മാസ് ആണ് തരുന്നതെങ്കിൽ തന്നിരിക്കുന്ന മാസിനെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ടോ ഡിവൈഡ് ചെയ്യുക.
പാർട്ടിക്കിളിന്റെ എണ്ണമാണ് തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ എസ് ടി പിയിലെ വോളിയമാണ് തരുന്നതെങ്കിൽ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ മനസ്സിലാക്കണം, ഏത് ഗ്യാസിന്റെയും എസ് ടി പിയിലെ 1 മോൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 22.4 ലിറ്റർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ് ആ കണക്ക് വരുന്നത്. ഈ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് സ്റ്റോഷിയോമെട്രിയിലും അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് അടങ്ങുന്ന കാൽക്കുലേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും വീഡിയോ കാണുക, പഠിക്കുക. ഇതിന്റെ ന്യൂമറിക്സ് ഒക്കെ നമുക്ക് ചെയ്യാം. അടുത്ത ചാപ്റ്റർ ഡിസ്കഷൻ വരുന്ന സമയത്ത് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ സാറ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. ഇത് വീണ്ടും വീണ്ടും കണ്ട് ഇതിലേക്ക് മനസ്സിലാക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക.